السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ما بعد. ബഹുമാന്യരായ ഉസ്താദുമാർ, വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, ഓരോ ക്യാമ്പസിലെയും ഏറ്റവും പ്രധാനപ്പെട്ട സാഘോഷം ജീവിക്കുന്ന നാളുകളായിരിക്കും അതത് ക്യാമ്പസിലെ ഫെസ്റ്റിൻ്റെ ദിവസങ്ങൾ. കേവലം ഒരു 3 ദിവസത്തെ അധ്വാനമോ പ്രവർത്തനമോ ആയിരിക്കില്ല. നീണ്ടകാലത്തെ അധ്വാനവും ആലോചനയും കഴിഞ്ഞ ജീവിത നിറയെ നമ്മൾ നേടിയെടുത്ത നമ്മുടെ കഴിവും ശേഷിയൊക്കെ പ്രകാശിപ്പിക്കുന്ന ഏറ്റവും മികച്ച അവസരവും സമയമൊക്കെ ആയിരിക്കും ക്യാമ്പസിൻ്റെ ഫെസ്റ്റുകൾ. കേരളത്തിലെ ഒട്ടനേകം ദഅ്വ സ്ഥാപനങ്ങളുടെ ഫെസ്റ്റുകൾ അത് കേവലം ഫെസ്റ്റുകൾ മാത്രമല്ലെന്നും അത് ഈ സമൂഹത്തെ നിർമ്മിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വ നിർവഹണമാണ് എന്നും അതിനനുസരിച്ച് ഓരോ സ്ഥാപനങ്ങളും അവരുടെ ഫെസ്റ്റുകളെയും ആ ഫെസ്റ്റിൽ നിന്നുണ്ടാകുന്ന ബോധ്യങ്ങൾക്കനുസരിച്ച് സ്ഥാപനങ്ങളുടെ പിന്നീടുള്ള പാഠ്യപദ്ധതിയെ അടക്കം ക്രമീകരിക്കുകയും ഈ സമൂഹത്തിന് വേണ്ടിയുള്ള ഇടപാടുകളിൽ നിരന്തരമായ വൈജ്ഞാനികമായ മുന്നേറ്റവും ആലോചനയും നടക്കുകയും ചെയ്യുന്നു എന്നത് കേരളത്തിലെ വർത്തമാനാവസ്ഥകളെ ചെറുതായൊന്ന് അന്വേഷിച്ചാൽ നമുക്ക് വ്യക്തമാകും. ഒരു നൂറ്റാണ്ടുകാലമായി കേരളത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരാശയപ്രസ്ഥാനം എന്ന അർത്ഥത്തിൽ വിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സംഘടിതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഓത്തുപള്ളികളും ദർസുകളും കൃത്യമായ കരിക്കുലങ്ങൾ അല്ലാത്ത രൂപത്തിൽ തന്നെ പഠനത്തെയും എല്ലാത്തരം ഇൽമിന്റെ വ്യത്യസ്തതരം ശാഖകളെയും പ്രോത്സാഹിപ്പിക്കുകയും പഠിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു വന്ന ഇസ്ലാമിക പാരമ്പര്യത്തിന്റെ തുടർച്ചയിൽ കൃത്യമായ കരിക്കുലത്തോടുകൂടെയുള്ള ദർസുകളിലേക്കും ദഅ്വാ കോളേജുകളിലേക്കും ശരീഅത്ത് കോളേജുകളിലേക്കുമുള്ള കാലാനുസൃതമായ ഈ പരിണാമങ്ങളിൽ നിന്ന് നമ്മൾ എവിടെ എത്തി, എന്തുണ്ടാക്കി എന്ന വലിയ ചോദ്യത്തിന് നമ്മൾ ഈ കാണുന്ന കേരളത്തെ, രാജ്യത്തെ, ഈ നാട്ടിൽ കാണുന്ന വിശിഷ്ട ഇസ്ലാമിക സമൂഹത്തിന്റെ പുരോഗതിയെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും വിധത്തിൽ നമ്മുടെ പാഠ്യപദ്ധതിയും കരിക്കുലവും അവിടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഫെസ്റ്റുകൾ അടക്കമുള്ള സർഗാത്മക ദൈക്ഷണികമായ വ്യവഹാരങ്ങളും നമ്മളെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. നമുക്ക് കൃത്യമായ ഒരു സമീപന രീതിയുണ്ട്. നമ്മുടെ കിതാബിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നമുക്കൊരു മൻഹജുണ്ട്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളുടെ ദൃഢമായ ബോധ്യങ്ങളെ സമൂഹത്തിന് പകർന്നു കൊടുക്കുകയും അതോടൊപ്പം പുതിയ കാലം നമ്മിൽ ഏൽപ്പിക്കുന്ന വലിയ ദൗത്യങ്ങളുണ്ട്. ഈ സാമൂഹികമായ നിർമ്മിതിയെക്കുറിച്ച്, രാഷ്ട്രത്തിന്റെ ക്രിയാത്മകമായ പുരോഗതിയെക്കുറിച്ച്, നമ്മുടെ ഭാവിയെക്കുറിച്ച്, മണ്ണിനെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും ജീവജാലങ്ങളെക്കുറിച്ചും സഹജീവികളെക്കുറിച്ചും അങ്ങനെ എല്ലാത്തിനെയും കുറിച്ചുള്ള വിചാരങ്ങളോടെ, ആകുലതകളോടെ എല്ലാവർക്കും ചേർന്ന് നിൽക്കാനും എല്ലാവരെയും പരിഗണിക്കാനുമുള്ള വലിയ മനസ്സ് രൂപപ്പെടുത്തുന്ന ഒരു തലമുറയെ അവരുടെ ദിശ നിർണയിക്കുന്ന വലിയ ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും നിർവഹിക്കാനുണ്ട്. പോയ കാലത്തെ ഇസ്ലാമിക സമൂഹത്തിൽ നിന്നുള്ള പണ്ഡിതർ അത് നിർവഹിച്ചു എന്നതിൻ്റെ ഉദാഹരണമാണ് ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചത്.
കാലാന്തരത്തിൽ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നിന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഈ സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും, പ്രത്യേകിച്ച് പുതിയ കാല രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നമ്മുടെ രാഷ്ട്രത്തിന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യപരമായ മതേതരപരമായ ആശയങ്ങളെയും ഏറ്റവും അടിസ്ഥാനപരമായി രാഷ്ട്രത്തിൻ്റെ ശില്പികൾ സ്വപ്നം കണ്ട ഇന്ത്യ രൂപപ്പെടുത്താൻ ആവശ്യമായ നമ്മുടെ അടിസ്ഥാനപരമായ ഭരണഘടനയെയും ഇതെല്ലാം നിഷ്പ്രഭമാക്കാനുള്ള, നോക്കുകുത്തിയാക്കാനുള്ള, അതിൻ്റെ ആത്മാവ് ചോർത്തിക്കളയാനുള്ള പലതരം ശ്രമങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുമ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ അറിവിലൂടെ മാത്രം അതിജീവിക്കാൻ കഴിയുന്നതാണ് പുതിയ കാലത്തിൻ്റെ സാമൂഹിക സാഹചര്യങ്ങളെന്ന് തിരിച്ചറിയുകയും അതിനേക്കാളൊക്കെ വിശേഷിച്ച് ഇസ്ലാമിക സമൂഹത്തിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ചുറ്റുഭാഗത്തുള്ള മനുഷ്യരെ, സമൂഹത്തെ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് രൂപപ്പെടുത്താനുള്ളത്. ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ദർശനങ്ങളുടെ, കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാന ഏകകം അതാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ട്. മനുഷ്യരെക്കുറിച്ചാണ് വിശുദ്ധ ഇസ്ലാമിന് പറയാനുള്ളത്, സംസാരിക്കാനുള്ളത്. ഏറ്റവും അടിസ്ഥാനപരമായി മനുഷ്യനാണ് മതത്തിൻ്റെ പ്രമേയം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാചകത്തിൻ്റെ ഏറ്റവും ദാർശനികമായ ഒരു തലത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചു നോക്കൂ. അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന ഒരു വിശ്വാസിയുടെ രൂഢമൂലമായ ആത്മപ്രഖ്യാപനത്തിൻ്റെ വിശാലതയെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. ഏറ്റവും വിശിഷ്ടനായ മനുഷ്യൻ, ആ മനുഷ്യന്റെ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്നു എന്ന് നമ്മൾ കരുതുന്ന ശിരസ്, അതേതെങ്കിലും നമ്മൾ തന്നെ പടച്ചുണ്ടാക്കുന്ന മനുഷ്യനിർമ്മിതമായ ഏതെങ്കിലും ദൈവങ്ങളുടെ അല്ലെങ്കിൽ സ്ഥാപിക്കപ്പെടുന്ന ഏതെങ്കിലും ബിംബങ്ങളുടെ നിർമ്മിച്ചെടുക്കുന്ന വസ്തുക്കളുടെ മുമ്പിൽ പോയി കുനിക്കേണ്ടതല്ലെന്നും ഈ ലോകത്തിന്റെ മുഴുവനും നിയന്താവായ, സൃഷ്ടാവായ ഏകനായ അള്ളാഹുവിൻ്റെ മുന്നിൽ മാത്രമേ മനുഷ്യന്റെ ശിരസ് നമിക്കാവൂ എന്നുള്ള ഏറ്റവും വലിയൊരു മാനവികതയുടെ ഉദാത്തമായ പ്രഖ്യാപനം കൂടെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ വിശാലാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. മനുഷ്യരെക്കുറിച്ച് ആലോചിക്കാനും മനുഷ്യരെക്കുറിച്ച് ചിന്തിക്കാനും മനുഷ്യന് വേണ്ടി ഇടപഴകാനുമുള്ള വലിയ ബാധ്യത ഇസ്ലാം നമ്മിൽ ഏൽപ്പിക്കപ്പെടുന്നുണ്ട്. കലയാണെങ്കിലും സാഹിത്യമാണെങ്കിലും സർഗാത്മകതയാണെങ്കിലും ഒക്കെ അതിൻ്റെയും അടിസ്ഥാനപരമായ ലക്ഷ്യവും താല്പര്യവും മനുഷ്യൻ തന്നെയാണ്. മനുഷ്യനെക്കുറിച്ചുള്ള ആദികളാണ്, മനുഷ്യനെക്കുറിച്ചുള്ള വിചാരങ്ങളാണ്, മനുഷ്യനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പ്രകൃതിയെയും ജീവജാലങ്ങളെയും കുറിച്ചുള്ള കടമകളും കടപ്പാടുകളുമാണ്. നമ്മൾ എഴുതുന്ന ഒരു കഥയുടെ, നമ്മൾ പറയുന്ന ഒരു പ്രഭാഷണത്തിൻ്റെ, നമ്മൾ പാടുന്ന ഒരു പാട്ടിൻ്റെ, അതിൻ്റെയും അകത്തുള്ള ഒരു ആത്മഗീതമുണ്ട്. അതെന്താണ് എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ പാട്ടുകളുടെ താല്പര്യം അത് ഈ സമൂഹത്തിൻ്റെ നേരം പോക്കിന് വേണ്ടി മാത്രമുള്ള ആർട്സ് ഫോർ ആർട്സ് സേക്ക് എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ഒരു നിലവാരത്തിൽ മാത്രമാണ് നമ്മൾ ഈ കലയും സാഹിത്യത്തെയും കാണുന്നതെങ്കിൽ ഈ കല കൊണ്ടും സാഹിത്യം കൊണ്ടും നിർമ്മാണാത്മകമായ എന്തു പ്രവർത്തനമാണ് നമുക്ക് സാധിച്ചെടുക്കാൻ കഴിയുക? അസാധ്യമായ ഒരു കാര്യത്തെക്കുറിച്ചായിരിക്കും നമ്മൾ ഈ പാടുന്നത്, നമ്മൾ കവിത എഴുതുന്നത്. മറിച്ച് നമ്മൾ എഴുതുന്ന കഥയിലും നമ്മൾ പാടുന്ന പാട്ടിലും നമ്മൾ വരയ്ക്കുന്ന ചിത്രങ്ങളിലും ഉണ്ടാകേണ്ടത് മനുഷ്യരെക്കുറിച്ചുള്ള ആദികളായിരിക്കണം, മനുഷ്യരെക്കുറിച്ചുള്ള വിചാരങ്ങളായിരിക്കണം. സോക്രട്ടീസും വോൾട്ടയറൊക്കെ നിരന്തരമായി ചിന്തിച്ചിട്ടുണ്ട്. ടാഗോറും ടോൾസ്റ്റോയും ഒക്കെ കുറെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് അവർ എഴുതിയത്? അവർക്കതിനുള്ള പ്രചോദനം ഉണ്ടായത് എന്തിൽ നിന്നാണ്? എന്തായിരുന്നു അതിൻ്റെയൊക്കെ താല്പര്യം? ലോക ചരിത്രത്തിൽ നമ്മുടെ ഓർമ്മകളിലേക്ക് വരുന്ന വിശിഷ്ടരായ എല്ലാ മനുഷ്യരും അവർ സ്വീകരിക്കപ്പെട്ടത്, അവരിന്നും ഓർമ്മിക്കപ്പെടുന്നത് അവർ മനുഷ്യരെക്കുറിച്ചുള്ള ആലോചനകളുടെ വ്യാപ്തി അനുസരിച്ചായിരിക്കും. അത് പ്രവാചകരായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽ പുതിയ കാലത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ വരെ, നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധി അടക്കമുള്ള പീഡനം അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി ഇടപെടുകയും അവരെ പ്രമേയമാക്കി ജീവിക്കുകയും ചെയ്തവർ സമൂഹത്തിന് എക്കാലത്തും വേണ്ടവരായിരുന്നു. അതേസമയത്ത് മനുഷ്യത്വത്തോട് പുറംതിരിഞ്ഞു നിന്ന
ഹിറ്റ്ലറോ മുസോളിനിയോ ഒന്നും ഒരിക്കലും ജനങ്ങളുടെ സമൂഹത്തിന്റെ മനസ്സിൽ പോസിറ്റീവായ ചിന്തകളിലല്ല ജീവിക്കുന്നത് എന്ന് നമുക്കറിയാം. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ നിന്ന് ഞാൻ ഇടപെടേണ്ട മേഖല എന്താണ് എന്ന്, ഞാൻ നിർവഹിക്കേണ്ട ദൗത്യം എന്താണ് എന്ന് ഓരോ മുതഅല്ലിം വിദ്യാർത്ഥിയും രൂപപ്പെടുത്തിയെടുക്കേണ്ട ഒരു ആശയമുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഈ ഫെസ്റ്റ് കഴിയുമ്പോൾ നിങ്ങളുടെ ആലോചനകളിൽ ഉണ്ടാകേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ ഫസ്റ്റ് കഴിഞ്ഞ് തിരിച്ചു പോകുന്നു നിങ്ങളിൽ ഒരു ടീം അല്ലെങ്കിൽ ചില ടീമുകൾ സ്വാഭാവികമായും നൽകപ്പെടുന്ന പോയിന്റിൽ മുന്നിലെത്തുന്നുണ്ടാകും. പക്ഷെ അപ്പോഴും ടീമിന്റെ വിജയപരാജയങ്ങൾക്കും അപ്പുറത്ത് നിങ്ങളുടെ അകത്ത് ജയിക്കാൻ തീരുമാനിക്കുന്ന ഒരു വിദ്യാർത്ഥി ഉണ്ടാവുക എന്നത്, നിങ്ങളുടെ വിദ്യാർത്ഥിത്വത്തെ ഉണർത്താൻ ഈ ഫെസ്റ്റിന് കഴിയുന്നു എന്നത്, ആ ബോധ്യത്തിൽ നിന്ന് നിങ്ങൾ ഈ നാട്ടിനും സമൂഹത്തിനും വേണ്ടി ആത്യന്തികമായി മതത്തിന്റെ പ്രചാരണങ്ങൾക്ക് വേണ്ടി, ഈ മതത്തെ ഏറ്റവും സമ്പൂർണമായി എന്നിൽ ആവിഷ്കരിക്കാൻ വേണ്ടി, സ്വന്തത്തിൽ ആവിഷ്കരിക്കാൻ വേണ്ടി നമ്മൾ സമയവും കാലവും കാണുന്നു എന്നത്, ഇങ്ങനെ രൂപപ്പെടുക എന്ന അടിസ്ഥാന ലക്ഷ്യത്തിൽ നമ്മളുടെ ഫെസ്റ്റുകൾ സംഘടിപ്പിക്കപ്പെടണം. സംഘടിപ്പിക്കപ്പെട്ടതിനു വേണ്ടിയായിരിക്കും ഇതിന്റെ ഉത്തരങ്ങളിൽ ഉണ്ടാകേണ്ടതായിരിക്കണം. ഇവിടെ നിന്ന് പ്രഭാഷണത്തിൽ 1-ാം സ്ഥാനം കിട്ടിയ ഒരു കുട്ടി, 1-ാം സ്ഥാനം കിട്ടാതെ പോയ ഒരു കുട്ടി, അല്ലെങ്കിൽ ഈ വർഷം മത്സരിക്കാൻ തന്നെ കഴിയാതെ പോയ, അവസരം കിട്ടാതായി പോയ ഒരു കുട്ടി, എല്ലാം നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും. നമ്മൾ ആലോചിക്കേണ്ടത്, ഇനി അടുത്തൊരു വർഷവും ഒരു അലിഫ് ഇവിടെ സംഘടിപ്പിക്കും. ഈ അലിഫിൽ ഏറ്റവും മികവോടെ പ്രഭാഷണത്തിൽ മുമ്പിൽ നിൽക്കാൻ, പ്രസംഗത്തിൽ മുമ്പിൽ നിന്ന് എനിക്ക് ആദ്യ സ്ഥാനം നേടിയെടുക്കാൻ, ഇതിനനുബന്ധമായി നടന്നുകൊണ്ടിരിക്കുന്ന സംഘടനയുടെയും മറ്റു സാമൂഹികമായ സംവിധാനങ്ങളും സാഹിത്യോത്സവം അടക്കമുള്ള വേദികളിൽ എനിക്ക് പോയി നിന്ന് എന്റെ കാറ്റഗറിക്കനുസരിച്ച് പ്രഭാഷണം നടത്താൻ അതിനുള്ള ശേഷി എനിക്കില്ലാതെ പോകരുത് എന്നൊരു ഷാഠ്യം നമ്മളിൽ ഓരോരുത്തർക്കും ഉണ്ടാകണം. നിങ്ങൾ ഇന്ന് പണി തുടങ്ങണം. അല്ല, നാളെയോ മറ്റന്നാളോ നിങ്ങളുടെ ഫെസ്റ്റ് അവസാനിക്കുന്ന എന്ന് നിങ്ങളുടെ പണി തുടങ്ങണം. അടുത്തൊരു വർഷത്തെ കഥാരചനയുടെ റിസൾട്ട് വരുമ്പോൾ അത് ഞാനായിരിക്കണമെന്ന നിങ്ങളുടെ ഒരു വർഷത്തെ അധ്വാനം, കിതാബുമായി ബന്ധപ്പെട്ട് വൈജ്ഞാനികമായ ഒട്ടനേകം മത്സരങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടാകും. ആ മത്സരങ്ങളിൽ ഞാൻ തന്നെ ആയിരിക്കണം മുമ്പന്തിയിലെത്തേണ്ടത് എന്ന സർഗാത്മകമായ ഒരു മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരു വിചാരം, ഈ ഫെസ്റ്റ് കഴിയുമ്പോൾ നിങ്ങളിൽ ഓരോരുത്തരും എത്ര നേരമാണ് കിതാബിന്റെ മുമ്പിൽ ഇരുന്നത് എന്ന്, പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയുള്ള റിസർച്ചുകൾക്ക് വേണ്ടി കുതുബ്ഖാനയിൽ പോയിരുന്നത് എന്ന് നിങ്ങളുടെ ഈ വിജയത്തിന്റെ തോത് നിശ്ചയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന് മുതഅല്ലിമീങ്ങളായ നമ്മൾ തിരിച്ചറിയണം. ഇത് കേവലം മെറ്റീരിയലിസ്റ്റിക് മാത്രം പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ സംഘമല്ലാത്തതുകൊണ്ട് കുറെ കൂടെ അകത്ത് ചേർന്ന് നിൽക്കുന്ന, ഞങ്ങളിൽ ഓരോരുത്തർക്കും അർപ്പിതമായിരിക്കുന്ന ബാധ്യത എന്താണ് എന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാകണം. മതവിരുദ്ധ മതനിരാസ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളും ഇടപെടലുകളും കൂടുതൽ രൂക്ഷമായി നമുക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയമായി ഫാഷിസത്തെ പ്രതിരോധിക്കേണ്ട അതേ കാലത്ത് തന്നെയാണ് വിശ്വാസപരമായി നമുക്ക് ഈ സംഘങ്ങളെ മുഴുവനും പ്രതിരോധിക്കേണ്ടത്. കഴിഞ്ഞ 15 നൂറ്റാണ്ടുകളുടെ ചരിത്രത്തിൽ മുസ്ലിം പണ്ഡിതർ മുഴുവനും അവരുടെ ജീവൻ ത്യജിച്ചും ആത്മത്യാഗം ചെയ്തും ബലിതർപ്പണങ്ങൾ നടത്തിയും അവർ നേടിയത് ഈ വിശ്വാസത്തിന്റെ കോട്ടം തട്ടാതെ അടുത്ത തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യുക എന്ന ഭാരിച്ച ദൗത്യമാണ്. റമളാൻ ഇബ്ൻ ബൂത്തി തങ്ങൾ ലോകത്തോട് വിട പറയാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു ഫൽസഫയെ ഇൽമുൽ കലാമിൽ ഏറ്റവും പ്രധാനമായ ഒരു നമ്മുടെ വിശ്വാസത്തിന്റെ നിർദ്ധാരണ രീതിയായി സ്വീകരിക്കുകയും അതിന് തെളിവുകൾ ആവിഷ്കരിക്കുകയും ചെയ്തത് ഏതു കാലത്തായിരുന്നു? മതവിരുദ്ധ മതനിരാസ പ്രസ്ഥാനങ്ങളും പ്രവർത്തനങ്ങളും കൂടുതൽ രൂക്ഷമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും അറിഞ്ഞില്ലെന്ന മട്ടിൽ ജീവിച്ചു പോകാനുള്ളവരല്ല ഈ കാലത്തെ മതവിദ്യാർത്ഥികൾ എന്ന ബോധ്യം നമുക്കുണ്ടാകണം. കൂടുതൽ ശക്തമായി കിതാബുകളുടെ മുമ്പിൽ അടയിരിക്കാനും ഉസ്താദുമാരിൽ നിന്ന് അറിവുകൾ പഠിച്ചെടുക്കാനുമുള്ള വലിയ ബാധ്യതയും ഉത്തരവാദിത്വവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ഇനിയുള്ള തലമുറകളിലേക്ക് കൂടെ കൈമാറ്റം ചെയ്യപ്പെടേണ്ട വിശുദ്ധമായ ആശയത്തിന്റെ ഉള്ളറിഞ്ഞ് പൊരുളറിഞ്ഞ് ഈ മതത്തെ പഠിച്ചെടുക്കാനും വായിച്ചെടുക്കാനും നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. ഇസ്ലാമിക സമൂഹം മുന്നോട്ട് വെച്ച, ഇസ്ലാമിക പണ്ഡിതർ മുന്നോട്ട് വെച്ച നമ്മുടെ പഠന രീതികളെ അവലംബിക്കുകയും
എന്നാൽ ഏറ്റവും ആധുനികമായ സംവിധാനങ്ങളെയും മെത്തഡോളജിയെയും കൂടെ ചേർക്കുകയും ചെയ്ത് പുതിയ കാലത്തിന് അനുസൃതമായി പഠിച്ചെടുക്കുന്ന വിജ്ഞാനീയങ്ങളെ അവതരിപ്പിക്കാനും ആവിഷ്കരിക്കാനുമുള്ള ശേഷി നമ്മൾ ഓരോരുത്തരും ആർജിച്ചെടുക്കുക എന്നതായിരിക്കണം നമ്മുടെ ഫെസ്റ്റുകളുടെ താല്പര്യം. ഞാൻ പറഞ്ഞു വന്നതിന്റെ രത്നച്ചുരുക്കം നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മിഷ്കാത്ത് ഓതുന്ന വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ടാകും, തഫ്സീർ ഓതുന്ന വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ടാകും. നമ്മൾ പഠിക്കുന്ന ഒരു ഖുർആനിന്റെ ആയത്ത്, ആ ആയത്തിന്റെ കേവലാർത്ഥങ്ങളിലുള്ള വിശദീകരണങ്ങളിൽ ഒരുപക്ഷെ നമ്മുടെ ക്ലാസ്സുകൾ അവസാനിച്ചു പോകുമ്പോഴും അതിനേക്കാൾ ഉപരി വൈയക്തികമായി ഉസ്താദുമാരെ ഉപയോഗപ്പെടുത്തി, കുതുബുഖാനകൾ ഉപയോഗപ്പെടുത്തി, കൂടുതൽ റിസർച്ച് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ഓതിയ ആയത്തിനെ, പഠിച്ചെടുത്ത ഹദീസിനെ പുതിയ കാലത്തിന് അനുസൃതമായി സാമൂഹിക വിശകലനത്തിന് വിധേയമാക്കാനും നമ്മുടെ ഉസൂലൊന്നും തെറ്റിപ്പോകാതെ തന്നെ അതിന്റെ പുതിയ ചമൽക്കാരങ്ങളിലൂടെ സമൂഹത്തെ അതിലേക്ക് ആകർഷിക്കാനുമുള്ള വലിയ ദൗത്യവും ബാധ്യതയും നമ്മുടെ സർഗാവിഷ്കാരങ്ങളിൽ, നമ്മുടെ ക്ലാസ് മുറികളിൽ നടക്കേണ്ടതുണ്ട്. കേവലാധ്യായനങ്ങൾക്കും അപ്പുറത്ത് ആത്മസാരം പഠിച്ചെടുക്കുന്ന വിദ്യാർത്ഥികളായി നമ്മൾ മാറുക മാത്രമാണ് പുതിയ കാലത്തെ വഴി നടത്താനുള്ള ഏക പരിഹാരമെന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ട വിദ്യാർത്ഥി കൂട്ടുകാരോട് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തട്ടെ, പലതരത്തിൽ ഈ വിശ്വാസത്തെയും നമ്മുടെ കർമ്മങ്ങളെയും നമ്മുടെ മതത്തിന്റെ ചിട്ടകളെയും വക്രീകരിച്ച് അവതരിപ്പിക്കപ്പെടുമ്പോൾ കേവലാർത്ഥത്തിലുള്ള പഠനങ്ങൾ കൊണ്ട് മാത്രം ഇനിയുള്ള കാലത്ത് നമുക്ക് ഈ മതത്തെ പ്രകാശിപ്പിക്കാൻ കഴിയാതെ വരും. ദിഷണകൾ തമ്മിലുള്ള സംഘടനകൾ നടക്കുമ്പോൾ ഏറ്റവും പ്രബുദ്ധമായ വിചാരങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഈ മതത്തിന്റെ തത്വശാസ്ത്രത്തെയും ദാർശനികതയും അവതരിപ്പിക്കാൻ നമുക്ക് ശേഷിയുണ്ടാകണം. അങ്ങനെ ഒരു കാലത്തുകൂടെ ജീവിക്കുന്ന മതവിദ്യാർത്ഥികൾ എന്ന അർത്ഥത്തിൽ കുറെ കൂടെ പ്രബുദ്ധമായ വിചാരങ്ങളും താല്പര്യങ്ങളും നമ്മുടെ പഠന വിഷയങ്ങളിൽ ഉണ്ടാകണമെന്ന് തന്നെയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരോട് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്താനുള്ളത്. അതിന് ഉപോത്ബലകമാകുന്ന ശക്തി പകരുന്ന പഠനങ്ങളും സർഗാവിഷ്കാരങ്ങളും സർഗാത്മകമായ നമുക്ക് ആവേശം തരുന്ന മത്സരങ്ങളും കൂടെയാകുമ്പോഴാണ് നമ്മൾ പഠിച്ചെടുക്കുന്ന അറിവുകളുടെ, നമ്മൾ പഠിച്ചെടുക്കുന്ന ഇൽമിന്റെ, നമ്മൾ പഠിച്ചെടുക്കുന്ന മതത്തിന്റെ ആവിഷ്കാരങ്ങളുടെ വേദിയായി നമ്മുടെ ഈ സാഹിത്യ സംഗമങ്ങൾ മാറ്റിയെടുക്കാൻ കഴിയുന്നത്. പുതിയ കാലം നമ്മെ പലതിലേക്കും ആകർഷിക്കുന്നുണ്ട്. ലിബറൽ കാഴ്ചകളും കാഴ്ചപ്പാടുകളും നമ്മെ ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മെ വഴിതെറ്റിക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വിശ്വാസത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാന ധാരയിൽ ഉറച്ചു നിൽക്കാനുള്ള ഉസൂലുകളും മൻഹജുകളും നമുക്ക് ഓരോരുത്തർക്കും രൂപപ്പെടേണ്ടതുണ്ട്. മതത്തെ പുതിയ കാലത്തിനനുസൃതമായി അവതരിപ്പിക്കുക എന്ന ഉത്തരവാദിത്വം നിർവഹിക്കുന്നതോടൊപ്പം തന്നെ മോഡേണിസവും അൾട്രാ ലിബറലിസവും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ മാത്രമാണ് മതത്തെ പ്രചരിപ്പിക്കാനും അതിന്റെ പ്രകാശനം നിർവഹിക്കാനുമുള്ള ഏക മാധ്യമമെന്ന് നമ്മൾ ധരിച്ചു പോകരുത്. ഇസ്ലാമിന്റെ കർമ്മസരണയിൽ നിന്നും ആശയധാരയിൽ നിന്നും തെറ്റിപ്പോയ അനേകം സംഘങ്ങൾ, വഹാബിസമാണെങ്കിലും സലഫിസമാണെങ്കിലും ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും ഒക്കെ, അവരൊക്കെ ഈ മതത്തിന്റെ ആത്മസംതൃപ്തി ഇല്ലാതാകുമ്പോഴാണല്ലോ, എന്തുകൊണ്ടായിരിക്കും ഒരു സലഫി പ്രബോധകന് അല്ലെങ്കിൽ ആ ആശയധാര പിൻപറ്റുന്ന ഒരാൾക്ക് ദമാജിലേക്ക് അല്ലെങ്കിൽ വിദേശ നാടുകളിലേക്ക് യാത്ര പോകേണ്ടി വരുന്നത്? സലഫു സാലിഹുകൾ കൈമാറി തന്ന വിശുദ്ധ ഇസ്ലാമിന്റെ സമ്പൂർണതയ്ക്ക് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിലവിൽ പൂർണ്ണതയില്ലെന്നൊരു ബോധ്യത്തിൽ നിന്നായിരിക്കുമല്ലോ. ആധുനികത സമ്മാനിക്കുന്ന അൾട്രാ ലിബറൽ കാഴ്ചപ്പാടുകൾ എടുത്തുകൊണ്ട് മതത്തെ വക്രീകരിച്ച് അവതരിപ്പിക്കാൻ എന്തുകൊണ്ടായിരിക്കും ജമാഅത്തെ ഇസ്ലാമിക്ക് അങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി അവർക്ക് കാത്തിരിക്കേണ്ടി വരുന്നത്? ഇസ്ലാം എന്ന ഇതിന്റെ സ്വത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാനുള്ള, സമഗ്രമായ മതത്തിന്റെ ആശയത്തെ ഉൾക്കൊണ്ടുപോകാനുള്ള അവരുടെ മനോനിലയുടെ കൂടെ പ്രശ്നമാണ്. ഞാൻ പറയുന്നത്, എന്ത് പുരോഗതികളും എന്ത് വികാസങ്ങളും സാധിക്കുമ്പോഴും അടിസ്ഥാനപരമായ മതത്തിന്റെ താല്പര്യങ്ങളെയും ലക്ഷ്യങ്ങളെയും ഒട്ടും ചോർന്നു പോകാത്ത വിധത്തിൽ അതിന്റെ ആശയങ്ങളെ പഠിച്ചെടുക്കാനുള്ള വലിയ ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. സംഘടനാ സംവിധാനങ്ങളൊക്കെ നമുക്ക് നൽകുന്ന അവസരങ്ങൾ ആ അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. രാജ്യത്തെല്ലായിടത്തും വികസിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സംഘടനാ സംവിധാനങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
ഉത്തരേന്ത്യയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന നിലവിലെ നമ്മുടെ പ്രവർത്തനങ്ങൾ, അക്ഷരാഭ്യാസമില്ലാതെ പോയ, മദ്രസയിലോ സ്കൂളിലോ പോകാൻ അവസരങ്ങളില്ലാതെ പോയ ഒട്ടനേകം വിദ്യാർത്ഥികൾ, പിഞ്ചുബാല്യങ്ങൾ, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ, അവരുടേതു കൂടെയാണ് ഇന്ത്യ. സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് പല അർത്ഥങ്ങളിൽ മാറ്റി നിർത്തപ്പെട്ടവരുടേതു കൂടെയാണ് ഇന്ത്യ. പഠിക്കാനും പ്രവർത്തിക്കാനും ജീവിക്കാനും അവസരം കിട്ടാതെ പോയ ലക്ഷക്കണക്കിന് മനുഷ്യരുടേതു കൂടെയാണ് ഇന്ത്യ. രോഹിത് വെമുല എന്ന ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത കഥ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഈ കഴിഞ്ഞ മാസമാണ് നമ്മുടെ നാട്ടിനടുത്തുള്ള എം കുഞ്ഞാമൻ എന്ന, ഒരുപക്ഷെ കേരളത്തിന്റെ തന്നെ ഏറ്റവും ദൈക്ഷണിക വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ട വിദഗ്ധനായ ഒരു സാമ്പത്തിക വിശാരദൻ കൂടിയായ കുഞ്ഞാമൻ ആത്മഹത്യ ചെയ്തത്. കുഞ്ഞുനാൾ മുതൽ അനുഭവിച്ചു വന്ന ജാതീയമായ ഉച്ചനീചത്വങ്ങളുടെ പ്രതിഫലനം എന്നോണം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും നിലപാടുകളും എത്രമേൽ പ്രബുദ്ധമായിരുന്നിട്ട് പോലും ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് വരാൻ നമ്മുടെ സാമൂഹിക ഘടന അദ്ദേഹത്തെ അനുവദിച്ചില്ല എന്നതുകൂടെ വേണം ചേർത്ത് വായിക്കാൻ. ദീർഘമായി ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പല അർത്ഥങ്ങളിൽ വിശ്വസിക്കുന്ന മതത്തിന്റെ പേരിൽ, ജീവിക്കുന്ന ചുറ്റുപാടുകളുടെ പേരിൽ, ജനിച്ചു വീണ കുടുംബത്തിന്റെ പേരിൽ, തൊലിയുടെ നിറത്തിന്റെ പേരിൽ, ഇങ്ങനെ തുടങ്ങി പല കാരണങ്ങളാൽ സമൂഹത്തിൽ ജീവിക്കാൻ അർഹതയില്ലാത്തവരാണെന്ന ഖ്യാതിയിൽ മാറ്റി നിർത്തപ്പെടുന്ന അനേക ലക്ഷം, അനേക കോടികൾ മനുഷ്യരുണ്ട്. പാണ്ടിക്കാടിന്റെ കഥ പറയുന്ന നിങ്ങളുടെ ഈ ഫെസ്റ്റ് അതൊരു കാലത്തിന്റെ വ്യവസ്ഥാപിതമായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ കൂടെ കഥയാണ്. നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഈ സ്വാതന്ത്ര്യത്തിന്റെ കാലത്ത് കൂടുതൽ ക്രിയാത്മകമായ, സമരോത്സുകമായ നല്ല വർത്തമാനങ്ങൾ കൂടെ നമ്മുടെ ഇടയിൽ നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. ഏതെങ്കിലും അർത്ഥത്തിൽ വിരുദ്ധമായ ആശയങ്ങളും അനിഷ്ടകരമായ സംഭാഷണങ്ങളും സംവാദങ്ങളും പോലും സഹിക്കാൻ കഴിയാത്ത അത്ര നമ്മുടെ ഈ സാമൂഹിക ഘടനയും രാഷ്ട്രീയ ഘടനയും വഴിമാറ്റം നേടുന്നു എന്നത് നമ്മെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. വിരുദ്ധ അഭിപ്രായങ്ങളുള്ളവരെ പോലും ജനാധിപത്യത്തിന്റെ ശ്രീകോവിലം നമ്മൾ വിളിക്കുന്ന പാർലമെന്റിൽ നിന്ന് പുറത്താക്കുന്ന ദുഃഖകരമായ സംഭവങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പൂർവികർ നമുക്ക് കാണിച്ചു തന്ന ഈ സമരത്തിന്റെ വഴിയുണ്ട്. അത് എല്ലാ കാലത്തും ആയുധങ്ങളിൽ മാത്രം അഭിരമിക്കേണ്ട, ആയുധങ്ങൾ എടുത്തു മാത്രം സാധിക്കേണ്ട വിപ്ലവങ്ങളെക്കുറിച്ചും പോരാട്ടങ്ങളെക്കുറിച്ചുമല്ല. സ്വന്തം ജീവിതത്തിലൂടെയും സ്വന്തം സാംസ്കാരികമായ പ്രകാശനങ്ങളിലൂടെയും മതത്തിന്റെ സ്വത്ത പ്രകാശനങ്ങളിലൂടെയൊക്കെ സാധിക്കേണ്ടതുകൂടെയാണ് മതത്തിന്റെ അടിസ്ഥാനപരമായ പ്രവർത്തനം എന്ന് നമ്മൾ തിരിച്ചറിയണം. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ അത് ആ അർത്ഥത്തിലാണ് നമ്മൾ വായിച്ചെടുക്കേണ്ടത്. നടന്നു വന്ന, നമ്മെ നിർണയിച്ച, രാഷ്ട്രത്തെ രൂപപ്പെടുത്തിയ അനേകം സമരങ്ങളും പോരാട്ടങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ സമര പോരാട്ടങ്ങളുടെ എല്ലാം മുമ്പിൽ നിൽക്കാൻ വിശുദ്ധരായ മുസ്ലിം പണ്ഡിതർക്ക് സാധിക്കുന്നത് അവർ ഏറ്റെടുത്ത, അവർ മുമ്പിൽ നിൽക്കുന്ന നേതൃത്വത്തിന്റെ, സമൂഹത്തിന്റെ, അവരുടെ കൂടെ ജീവിക്കുന്ന സഹജീവികളെക്കുറിച്ചുള്ള ആദ്യ തന്നെയായിരുന്നു. പോർച്ചുഗീസുകാരടക്കമുള്ളവർ ഇന്ത്യയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ സാമ്പത്തികമായ അസ്ഥിരതയായിരിക്കും ഫലമെന്ന്, രാഷ്ട്രീയമായി അധീശത്വമാണ് അവരുടെ ലക്ഷ്യമെന്ന്, സാംസ്കാരികമായ അധപ്പതനമായിരിക്കും ഇവിടെ സംഭവിക്കാനിരിക്കുന്നത് എന്ന് അന്ന് മുസ്ലിം പണ്ഡിതർ ഇവിടെയുള്ള പൊതുസമൂഹത്തെ ബോധവൽക്കരിച്ചിട്ടുണ്ട്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അടക്കമുള്ള, മമ്പുറന്തങ്ങളടക്കമുള്ള നമ്മുടെ പൂർവികർ ചെയ്ത പ്രവർത്തനങ്ങൾ, ഒരേ സമയത്ത് ആത്മീയ പ്രവർത്തനങ്ങൾ നിർവഹിക്കുകയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക കാര്യങ്ങളിൽ ഇടപെടുകയും മുമ്പിൽ നിൽക്കുകയും അതിന് നേതൃത്വം നൽകുകയും ചെയ്തു എന്നതുകൂടെയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ തുടർച്ചയാണ്. അഭിവന്ദരായ സമസ്തയെയും നമ്മുടെ ഇന്നത്തെ നേതാക്കളെയും സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾ അടക്കമുള്ളവരുടെ പ്രവർത്തന രീതിയെ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ ബോധ്യമാകും. ഏതെങ്കിലും ഒരിടത്ത് മാത്രം ഉറച്ചു നിൽക്കേണ്ടതല്ലെന്നും സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള എല്ലാത്തരം ആവശ്യങ്ങളെയും കണ്ടറിയാനും ഇടപെടാനും നേതൃത്വം നൽകാനുമുള്ള വലിയ ഉത്തരവാദിത്വം ഇസ്ലാമിനെ പഠിക്കുന്ന വിദ്യാർത്ഥികളിലും പണ്ഡിതരിലുമുണ്ട് എന്ന അടിസ്ഥാന ബാധ്യതയാണ് പ്രിയപ്പെട്ടവരെ നമ്മിലുണ്ടാകേണ്ടത്. ഇങ്ങനെ നിരന്തരമായ പഠന വ്യവഹാരങ്ങളിലൂടെ, ബോധനിർമ്മിതികളിലൂടെ, നമുക്കുണ്ടാകുന്ന ബോധ്യങ്ങളിലൂടെ സമൂഹത്തെ വഴി നടത്താനും
ഈ സാമൂഹിക ക്രമത്തെ നേരിൻ്റെ, ധാർമ്മികതയുടെ, നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുവരാനും രാജ്യത്തിൻ്റെ നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങൾക്ക് മുമ്പിൽ നിൽക്കാനും നമ്മുടെ ജനാധിപത്യം എന്ന, മതേതരത്വം എന്ന ഭരണഘടന വിഭാവനം ചെയ്യുന്ന അടിസ്ഥാന മനുഷ്യാവകാശങ്ങളെ കുറിച്ച് ആലോചിക്കാനും അതിനുവേണ്ടി ഇടപെടാനുമുള്ള വലിയ ബാധ്യതയും വലിയ താല്പര്യവും ഉത്തരവാദിത്വവും ഈ ഫെസ്റ്റുകളുടെയൊക്കെ ഭാഗമായി നമ്മിൽ രൂപപ്പെടേണ്ടതുണ്ട്. ഉണർന്നിരിക്കുന്ന വിദ്യാർത്ഥിത്വത്തെയാണ് എല്ലാത്തരം ഫാഷിസവും പേടിക്കുന്നത്. എല്ലാത്തരം സിംഹാസനങ്ങളെയും മറിച്ചിടാൻ മാത്രമുള്ള ശേഷി വിദ്യാർത്ഥിത്വത്തിനുണ്ട്. അത് കാലത്തിൻ്റെ ചരിത്രമാണ്. അങ്ങനെ ജീവനുള്ള വിദ്യാർത്ഥികളായി, ആത്മാവുള്ള വിദ്യാർത്ഥികളായി നമ്മൾ ഓരോരുത്തരും രൂപപ്പെടുകയും നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാത്തരം അശ്ലീലതകളെയും, അനീതികളെയും, എല്ലാത്തരം അർത്ഥശൂന്യമായ തർക്കങ്ങളെയും മാറ്റി നിർത്തുകയും ജനാധിപത്യത്തിൻ്റെ ഉൾക്കാമ്പ് കണ്ടറിഞ്ഞ് മനുഷ്യന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ഇടപെടാനുമുള്ള ത്രാണിത്വം നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങൾക്കതിന് SSF ഒരു അവസരം തരും. നമ്മുടെ സംഘടനാ സംവിധാനങ്ങൾ അവസരം തരും. നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ, ഈ സംഘടനാ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനപരമായ താല്പര്യം നേരത്തെ സൂചിപ്പിച്ചതാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് ഗോൾഡൻ 50യുടെ ഭാഗമായി നമ്മൾ 1.5 വർഷം ഇന്ത്യയാകമാനം പറഞ്ഞു നടന്നത് ഭരണഘടനയുടെ ആമുഖവാക്യം. അത്രമേൽ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ഈ കാലത്തിന് എന്ന് അവിടെ ജീവിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്ന തിരിച്ചറിവാണ് ഒരു വിദ്യാർത്ഥി സംഘടനയുടെ 50 കാലത്തിന്റെ സുവർണാഘോഷങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായി ഭരണഘടനയെ മുമ്പിൽ കൊണ്ടുവരിക എന്നതിൻ്റെ താല്പര്യം. അത്രമേൽ രാഷ്ട്രീയ പ്രമേയങ്ങളെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി ഏറ്റെടുക്കുക എന്നത് ഇസ്ലാമിക സമൂഹത്തിൻ്റെ, ഇസ്ലാമിക വിദ്യാർത്ഥികളുടെ ബാധ്യതയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന വിശുദ്ധ ഖുർആനിലെ വാക്യങ്ങൾ ഉച്ചരിച്ച് ഈ സദസ്സ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും.